ഞങ്ങൾക്കറിയാം. ഞാൻ പറയാം സാർ. പുന്നേക്കാടൻ്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യ. പുന്നേക്കാടനുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ അവൾ ഗർഭിണിയായപ്പോൾ ജോലിയൊന്നുമില്ലാതെ നടന്നിരുന്ന എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. ശ്രീദേവിക്ക് പുന്നക്കാടനാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം അറിയാമായിരുന്നു. മദ്യപിച്ച് ലക്കില്ലാതെ ആവുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയും. അപ്പോൾ ഞാനത് വിളിച്ചു പറയും. ചെറുപ്പം മുതലേ ശ്രീദേവി കേട്ടു വളർന്നത് അതാ. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ ഒടുക്കത്തെ കുടി നിർത്തിക്കൂടെ മനുഷ്യ? ഞാനൊരു കുടിയനായിരുന്നു എന്നുള്ള സത്യ. പക്ഷേ എന്നെ മൊഴിക്കുടിയനാക്കി നീയാ. പുണ്യക്കാരനും നീ കൂടി എന്നെ ചതിച്ചതല്ലടി. പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ഏറ്റെടുത്തതല്ലേ? എന്നിട്ട് മാസം പോയി എണ്ണി മേടിക്കുന്നുണ്ടല്ലോ. വല്ലവൻ്റെ കൊച്ചിനെ ചോക്കുന്നതിനെ എനിക്കുള്ള കൂലിയ. നിന്റെ ജാരസന്ധിയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കുന്നതിനെ എനിക്കുള്ള പ്രതിഫല. അല്ല പിന്നെ അവളെന്നെ പഠിപ്പിക്കാൻ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു. ഇയാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതായിരുന്നു. എനിക്ക് എന്റെ അച്ഛന്റെ മകളായിട്ട് അറിയപ്പെടണം. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നതാ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളിൽ നിന്ന്. നാളെ എന്റെ ഭർത്താവ് ഇത് അറിയും. അതിനു മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഒരതുമില്ല. ഒരു ജാരസന്തതിയെ ജീവിക്കുന്നതിന്റെ വിഷമം അമ്മയ്ക്കറിയാലോ. ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്ന് വരെ ഒന്ന് മനസ്സോർന്ന് ഞാൻ ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് പോവും. അയാൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും എന്റെ അച്ഛൻ പുന്നക്കാടനാണെന്ന്. ഞാൻ പോവാ. പോയി പറയാം. പിറ്റേ ദിവസം തന്നെ അവളുടെ അമ്മ പുന്നേക്കാടനെ പോയി കണ്ടിരുന്നു. അവര് തമ്മിൽ എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല സാറേ. ഓക്കെ ശ്രീദേവിയെ കൊന്നതാണ്. എനിക്കറിയില്ല സാറേ. ആ ചെരവത്തടി എവിടെയാണ്? കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതെന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കൊന്നും അറിയില്ല സാറേ. സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളെ കൊണ്ട് 3-ാം മുറ പ്രയോഗിപ്പിക്കരുത് കേട്ടോടാ. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. മര്യാദക്ക് പറയുന്നതാ നിനക്ക് നല്ലത്. പറയാം, ഞാനെല്ലാം പറയാം.
ആ